ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് അബുദാബി മുസഫ ഷാബിയയിലുള്ള അൽഷാം ലബനൈസ് റെസ്റ്റോറൻറ്റ്. ഇവിടെ നിന്നാണ് ഞാൻ ഇന്നത്തെ ഒരു അറബിക് ഫുഡ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അബുദാബിയിൽ വന്നിട്ടുള്ളതും. അപ്പോൾ ഫസ്റ്റ് ഡേ വന്നപ്പോൾ ഞാൻ ഇതിൻ്റെ അടുത്തുള്ള പാനൂർ റെസ്റ്റോറൻറ്റ് പോയിട്ടാണ് ഉച്ചയൂണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിറ്റേ ദിവസം ഞാൻ പിന്നെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. എന്നാലും പൂർണ്ണമായിട്ടൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ എന്നാലും ഏകദേശമൊക്കെ കിച്ചണൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കൊണ്ടുവന്ന കുറച്ച് കിഴങ്ങുണ്ടായിരുന്നു, മരച്ചീനി. അപ്പോൾ അതിനെക്കൊണ്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിന് ഒരു പാൽക്കപ്പ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് ടേസ്റ്റ് ആയിട്ടുള്ളൊരു പാൽക്കപ്പ, കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നുന്നു. ഞാൻ കുറച്ചൊരു തിക്കായിട്ടാണ് ആക്കിയിട്ടുണ്ടായിരുന്നത് പാൽക്കപ്പ. അപ്പം അതിനുശേഷം ഞാൻ എൻ്റെ കൂടെ എൻ്റെ മോളും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്കൊരു നാട്ടിൽ നിന്നും ഇവിടെ നിന്നും എല്ലാവർക്കും കിട്ടുന്നതാണ്, പക്ഷെ എന്നാലും ഇവിടുത്തെ ഷവർമ ആയിക്കോട്ടെ, KFC ആയിക്കോട്ടെ, ഗ്രിൽഡ് എനി ഐറ്റം ഭയങ്കര ടേസ്റ്റാണ്. നാട്ടിലെ അപേക്ഷിച്ച് ഭയങ്കര ടേസ്റ്റാണ്. ഇതാണ് എന്തായാലും ഉണ്ടാക്കിയിട്ടുള്ള പാൽക്കപ്പ. അത് ഹസ്ബൻഡിനാണ്. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്, ഇന്ന് പോയിട്ട് എൻ്റെ ഹസ്ബൻഡിനെ പറഞ്ഞു വിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ അൽഷാം എന്ന ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന്. റെസ്റ്റോറൻറ്റ് പാലസ്തീനി റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഈ സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഞാൻ വാങ്ങിച്ചത് മിക്സ് ഗ്രില്ല് മീലാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെന്താണെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അത് എൻ്റെ നല്ലൊരു സാലഡ് അതിൻ്റെ പോലെ ആദ്യം ഒരു മിക്സ്ഡ് വെജിറ്റബിൾസാണ് സാലഡ്. അപ്പോൾ അതെന്താണെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാണ് സാലഡ്. കാണുമ്പോൾ തന്നെ മനസ്സിലായി കുക്കുംബറും ടൊമാറ്റോ പിന്നെ കുറച്ച് ലീവ്സ് അതൊക്കെ ഇട്ടിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അതാണ്. പിന്നെ പിക്കിളുണ്ട് ഉപ്പിലിട്ടത്, പിന്നെ മയോനൈസ്, അതുപോലെ തന്നെ അതിൻ്റെ കൂടെയുള്ള അമ്മൂസ്, അതുപോലെ തന്നെ മയോനൈസ്. ഇനി ഈ മിക്സ് ഗ്രില്ല് എന്താണെന്ന് നോക്കാം. ഇതൊക്കെ കുറച്ചൊക്കെ മാറ്റി വെക്കുന്ന. ഇനി നമുക്ക് മിക്സ് ഗ്രില്ല് മീൽ എന്താണെന്ന് നോക്കാം. വാ, സൂപ്പർ! ഇതാണ്. അതിൻ്റെ കുറച്ച് ലീവ്സൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കുപ്പോസ് അതിൻ്റെ കൂടെയുള്ളത്. ഇതാണ് മിക്സ് ഗ്രില്ല് എന്ന് പറഞ്ഞിട്ടുള്ള ഐറ്റം. അപ്പോൾ ഇത് കഴിച്ചിട്ട് ഞാൻ എന്താണെന്ന് പറയാം. അതിനകത്ത് എനിക്കൊന്ന് ചിക്കൻ്റെ ഒക്കെ ഐറ്റംസ് ഉണ്ട്, കബാബ് പോലെയൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഒരു ടൊമാറ്റോ വെച്ചിട്ടുണ്ട്, ഉള്ളി. ഇതൊക്കെ നമ്മൾ കനലിലിട്ടിട്ട് ചെയ്യുന്ന പോലെ അവർ ഗ്രില്ലിട്ടിട്ട് ഓൾറെഡി ചെയ്യുക. അപ്പോൾ ഇതെന്താണെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം. എന്തായാലും കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. വളരെ ടേസ്റ്റ് ഉണ്ടാവും തോന്നുന്നു. എന്തായാലും ഞാൻ കഴിക്കട്ടെ. ടാറ്റാ.